റോയ്ചായ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റതോടെ CPM-ന് തെറി പറഞ്ഞ് നടന്ന CPI ഇപ്പോൾ പുതിയൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിക്കണമെന്നുള്ളത്. CPM അതിന് വഴങ്ങാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ല, ഇന്ന് LDF കൺവീനർ പറഞ്ഞത് ഇത് പരസ്യമായി പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ബേബിയും പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ പാർട്ടിയുടെ മുന്നണിയുടെ ഫോറങ്ങളിലാണ് ഇത് ഉന്നയിക്കേണ്ടത്, ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. LDF ചേർന്നതാണ്. അപ്പോൾ അങ്ങനെയില്ല എന്ന്. അപ്പോൾ ഇപ്പൊ CPIയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവര് ഒരു പാർട്ടിയിൽ CPM-നെ വരച്ച വരയിൽ നിർത്തുക, ഞങ്ങളാണ് തെറ്റുതിരുത്തുന്ന ഒരു പാർട്ടി, ഞങ്ങളാണ് ഒരു എന്താണ് തിരുത്തൽ ശക്തി എന്ന് പറയുന്ന സ്വയം ഒരു മേലങ്കി അണിഞ്ഞ് ഇങ്ങനെ പുണ്യകളം ചമയാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ഇതിങ്ങനെയൊക്കെ സ്വയം ഓരോ പദവികൾ സ്വയം എടുത്ത് അല്ലെങ്കിൽ സ്വയം ഒരു മേലങ്കി എടുത്ത് അണിയുകയാണ്. ഞങ്ങളാണ് ധാർമ്മികതയുടെയും ഞങ്ങളാണ് നീതിയുടെയും ഒക്കെ പ്രതിപുരുഷന്മാര്, ബാക്കി CPM-കാരൊക്കെ എല്ലാം കള്ളന്മാര് കൊള്ളക്കാരുമാണ് എന്ന് പറയുക. കാരണം 10 കൊല്ലം ഈ ഭരണത്തിന്റെ സകല സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അവരെ പുറത്തിറങ്ങി. നിങ്ങൾക്കും ഈ ഭരണത്തിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 4 വകുപ്പുകളാണ് CPI കൈകാര്യം ചെയ്തത്. അപ്പം ഈ സർക്കാർ എടുത്ത എല്ലാ തീരുമാനങ്ങളിലും പങ്കാളികളാണ്. ഈ നയപരമായ ഒരുപാട് തീരുമാനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തത് 10 വർഷത്തിനിടയിൽ ഉണ്ടായി. ആകെ PM ശ്രീയിൽ മാത്രമാണ് CPI വാതുറന്ന് മിണ്ടിയത്. അതെ, അത് ഞാൻ പറഞ്ഞത് ഈ തീരുമാനങ്ങളിലെല്ലാം ഭാഗവാക്കായതാ ഇല്ലേ. ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം നിങ്ങൾ അതിന് കൈപൊക്കി കൊടുക്കുകയും തുല്യം ചാർത്തി കൊടുക്കുകയും ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് CPM-നെ മാത്രം നിങ്ങൾ കുറ്റം പറയുന്നത്? നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു നിൽക്കുന്നത് ഇല്ലേ? അപ്പൊ ഇത് CPI-യുടെ ഇതൊരു വൃത്തികെട്ട നയമാണ്. അതായത് ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾ ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പാർട്ടി അല്ലെ മുഖ്യമന്ത്രിയെ മാത്രം നിങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നത്? നിങ്ങളപ്പോൾ പിന്നെ എന്തിനാണ് ഈ മുന്നണിയുടെ ഭാഗമായി ഇരുന്നത്? നിങ്ങൾ അതിന്റെ ആനുകൂല്യങ്ങളെല്ലാം പറ്റിയവരാണ്. നിങ്ങൾ 2 മന്ത്രിസഭകളിലും നിങ്ങളുടെ 4 പേര് അവിടെ മന്ത്രിമാരായി എളിഞ്ഞിരുന്നവരാണ്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് CPM-ന് മാത്രം ഇത് ബാധ്യതയാകുന്നത്? CPM ആണ് ആ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി. 62 സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക്. അതെല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങൾ ഇതിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ആ മുന്നണി കാണിച്ചു വെച്ച സകല വൃത്തികേടുകൾക്ക് നിങ്ങളും കൂട്ടുനിന്നവരാണ്. ആ അഴിമതിയെ ഒന്നും നിങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. പരസ്യമായോ പുറത്തോ അകത്തോ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. ആ സർക്കാരിന്റെ വീഴ്ചകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്തായിരുന്നു? പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങളും പോലീസിന്റെ നെറുകേടുകളും പ്രതിപക്ഷത്തോടും മറ്റുള്ള ജനങ്ങളോടും കാണിച്ച ഒരു കാര്യത്തിൽ CPI ഒന്നും മിണ്ടിട്ടില്ല. CPI അന്നേരം എല്ലാം ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. CPI ഒരു കാര്യത്തിൽ അതിനെ എതിർത്തായിട്ട് നമ്മൾ കണ്ടില്ല. ഈ PM ശ്രീയുടെ കഥയൊക്കെ വെളിയിൽ വന്നതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴാണ് അവർക്ക് ഭൂതോദയം ഉണ്ടായത്. അതുവരെ അവർ മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നിട്ട് ഇപ്പോൾ ഉപനേതാവ് എന്ന് പറയുന്ന സ്ഥാനം വേണമെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പറഞ്ഞു. CPM കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇവര് ഇപ്പം കാണിക്കുന്ന നാടകങ്ങൾ, ഇപ്പോൾ സർക്കാരിനെ കുറ്റം പറയുന്നു, ആ മുൻ സർക്കാരിനെ കുറ്റം പറയുന്നു, ഇപ്പോഴിറങ്ങിയിട്ട് ഈ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ പൊതുസമൂഹത്തിന് അനുയോജ്യമല്ലാതെ യോജിക്കാത്ത പല കാര്യങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ബിനോയ് വിശ്വം ഇത് പറഞ്ഞിട്ട് മറ്റ് ഘടകകക്ഷികളോ മറ്റാരുമോ അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ മുന്നണിയിൽ ഇത് ചർച്ച ചെയ്യാവുന്ന ഒരു CPM പറയുന്നത്. കാരണം അനാവശ്യമായ ഒരു കാര്യമാണ് ഇപ്പൊ റേസ് ചെയ്തത്. ഈ നാട്ടിൽ ഇത് ഉണ്ടായിട്ടുള്ള സർക്കാരിനെ ഇപ്പൊ കുറ്റം പറഞ്ഞുകൊണ്ട് CPI, കാരണം ഈ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്ക് അവർക്കും ഭയങ്കരമായ തെരഞ്ഞെടുപ്പ് തിരിച്ചടി കിട്ടി. അപ്പൊ ഇപ്പം അവര് സ്വയം വാഷിംഗ് മെഷീനിലിട്ട് അവർ കഴിയും ഞങ്ങളെല്ലാം പരിശുദ്ധന്മാരും CPM-കാരെല്ലാം മോശക്കാരുമാണ്. അത് ശരിയല്ലല്ലോ. നിങ്ങൾ ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് കൂടെ ആ ഉത്തരവാദിത്വം. അതെന്താ പറയാത്ത? ഈ തോൽവിക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഈ CPI-യുടെ ഈ പുറത്തിറങ്ങി സംസാരിക്കുന്ന പ്രകാശ് ബാബുവോ ബിനോയ് വിശ്വമോ ആരും മിണ്ടിട്ടില്ല. അതെന്താ പറയാത്തത്? ഞങ്ങൾക്കൂടി ഈ പരാജയത്തിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പൊതുജനങ്ങളോട് എന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടിയല്ലോ. CPI-ക്കും ഈ ഭരണത്തിനകത്ത് വൈകല്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയണം. നിങ്ങൾ ഇതിന്റെ ആനുകൂല്യം പറ്റിയതാണ് 10 വർഷം. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് എങ്ങനെയാണ് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്നത്? CPM മാത്രമല്ലല്ലോ അഴിമതി കാണിച്ചത്. നിങ്ങളുടെ പാർട്ടിക്കാരും അഴിമതി കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കാരും പല വൃത്തികേടുകൾക്കുണ്ട്. നിങ്ങളുടെ വകുപ്പുകളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്? സർക്കാർ ഏറ്റെടുത്ത ഏത് കാര്യങ്ങളാണ് പൂർത്തീകരിച്ച് ഒരു വികസനം ഉണ്ടാക്കിയ ഒരു വകുപ്പാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. കൃഷി എന്ന് പറയുന്നത് കേരളത്തിൽ ആകെ മുടിഞ്ഞുപോയ ഒരു വകുപ്പായി മാറി. അതെ, നെൽകർഷകർക്ക് സമയത്ത് പൈസ കൊടുക്കാതിരിക്കുക, അവരുടെ നെല്ല് വാങ്ങിയിട്ട് കൃത്യമായി അത് കൊടുക്കാതിരിക്കുക, ഇങ്ങനെ വിവിധ പ്രശ്നങ്ങൾ നേരിട്ടതാണ്. കേരളത്തിൽ ഈ പൊതുവിതരണ സമ്പ്രദായം ഏതാണ്ട് പൊട്ടിപ്പാളീസായി കിടക്കുന്ന സ്ഥിതിയിലാണ്. ആരാണ് അത് കൊണ്ടുവന്നത്? CPI ആണ്. റവന്യൂ വകുപ്പിൽ നടന്ന അഴിമതികൾ ഇല്ലേ? വയനാട് തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. വയനാട് തന്നെ ഏറ്റവും വലിയ. ഇപ്പൊ പോലും
ഇനി ഇത് ഈ വീടുകൾ ഇതുവരെ പോലും കൈമാറ്റം ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ എന്നിട്ട് CPM-നെ കുറ്റം പറയുകയാണ്. നിങ്ങളുടെ വകുപ്പുകൾ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു കാര്യവും നിങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കിയിട്ടില്ല. പട്ടയ വിതരണം എവിടെയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്? ഒന്നും നടന്നിട്ടില്ല. അപ്പൊ എന്നിട്ട് പുറത്തിറങ്ങിയത് CPM-നെ കുറ്റം പറയുകയാണ്. നിങ്ങൾ ഇതിന്റെ ആനുകൂല്യം അതല്ലേ ഇവർ സ്വയം ഒരു ഏറ്റുപറച്ചിൽ നടത്തണ്ടേ? ഞങ്ങൾക്കൂടെ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഒരുപാട് തെറ്റുപറ്റി, ഞങ്ങളുടെ വകുപ്പുകളിൽ തെറ്റുപറ്റി, ഭരണത്തിന് തെറ്റുപറ്റി, ഞങ്ങളെക്കാട്ടിലും വലിയ പാർട്ടി എന്നുള്ളത് CPM-ന് ഒരു കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് വെച്ചിട്ട് ഇവരുടെ ഉത്തരവാദിത്തത്തിന് കുറവുണ്ടാവുന്നില്ലല്ലോ. നിങ്ങൾ ഈ സർക്കാർ അനുവദിച്ച എല്ലാ സൗകര്യങ്ങളും പിന്നെ കൊണ്ടു നടന്ന് അനുഭവിച്ച ശേഷം മാറിയെന്ന് കുറ്റം പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് CPM ഇവർക്ക് ഈ ഉപനേതൃസ്ഥാനം കൊടുക്കാൻ തയ്യാറാവാത്തത്. കാരണം ഇവരുടെ അനാവശ്യമായ ബാർഗീനുകളുടെ മുമ്പിൽ കീഴടങ്ങണ്ട എന്നുള്ളതായിരിക്കാം CPM-ന്റെ നിലപാടെന്ന് പറയുന്നത്. അപ്പൊ ഇവര് മുൾമുനയിൽ നിർത്തി, ഒരു പാർട്ടിയെ മുൾമുനയിൽ നിർത്തി മുന്നണിക്കകത്ത് ഇവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവർ വകവെച്ചു കൊടുക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഈ CPM-ന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അല്ല CPI-യുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി വലിയ ന്യായങ്ങൾ പറയും. AK സെന്ററിൽ ചെന്ന് മുന്നണി യോഗം കൂടുമ്പോൾ അവിടെ ചുരുണ്ടിരിക്കുകയാണ് പൊതുവെ നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് കണ്ടതാണ് ഒരു ADGP മാറ്റാൻ വേണ്ടി ബിനോയ് വിശ്വം എത്ര തവണ AK സെന്ററിൽ കയറി ഇറങ്ങിയെന്നുള്ളത്. അത് തന്നെ തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ പേരിൽ. അപ്പം അത് ഇത് അവരെ കൊണ്ട് എന്തെന്നും CPM-ന്റെ മുമ്പ് പോയി നിന്നും പറഞ്ഞ് നേടിയെടുക്കാനുള്ള ധാർമ്മിക ശക്തിയോ അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയ ശക്തിയോ ഒന്നും ഇല്ലാത്ത പാർട്ടിയാണ്. പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളെല്ലാം വലിയ മിടുക്കന്മാരും വിശുദ്ധന്മാരുമാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന നാടകം എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം CPI-യുടെ ഈ നാടകങ്ങൾ പൊതുജനം പിന്നെ ഈ സഹികെട്ടിരിക്കുകയാണ്. കാരണം ഒരുപക്ഷെ ചന്ദ്രപ്പന്റെയോ വെളിയം ഭാർഗവന്റെയോ കാലത്തുണ്ടായിരുന്ന ഒരു ആജ്ഞാശക്തി അവർ പറയുന്നതിനകത്ത് ചില ന്യായങ്ങളുണ്ടായിരുന്നു. ആ ന്യായങ്ങളൊന്നും ഇവിടെ നടപ്പാക്കാൻ ഉള്ള ശേഷിയില്ല. നമ്മൾ ഈ കാനന്റായതിന്റെ പകുതി മുതലായപ്പോഴും CPM-ന് കീഴടങ്ങി. അതിനെക്കാട്ടി വലിയ കീഴടങ്ങലാണ് ബിനോയ് വിശ്വം നടത്തിക്കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് ഈ CPI-കാരുടെ കുത്തകയൊന്നുമല്ല. അത് പറയാനുള്ള യാതൊരു അവകാശവും അവർക്കില്ല. അല്ല, ചരിത്രത്തിൽ ഇതുവരെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI-ക്ക് കൊടുത്ത ഒരു ചരിത്രം ഇല്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് VS-ന്റെ കാലത്ത് കോടിയേരിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം ഇപ്പൊ നമ്മൾ തിരിച്ചടി കിട്ടുന്ന സമയത്തിന് CPM-നെ എങ്ങനെയും സമ്മർദ്ദത്തിലാക്കുക, അത്രമാത്രമേ ഒരു ലക്ഷ്യം. ആ പറയുന്നതിനകത്തൊന്നും ഒരു ന്യായമില്ല. ന്യായമുണ്ടോ? നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വേണമെന്ന് പറയുന്നത്? ഇപ്പൊ കോൺഗ്രസ് UDF മുന്നണിക്കകത്ത് അത് പണ്ട് മുതലേ ഉണ്ട്. അവർ ലീഗിനാണ് രണ്ടാമത്തെ കക്ഷി എന്നുള്ളതല്ല, അവർ ലീഗിനാണ് അത് കൊടുക്കുന്ന പതിവുണ്ട്. അപ്പൊ ഇവിടെ നേരെ തിരിച്ചല്ലേ? ഇവിടെ അതിനുള്ള അവർക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഉപനേതൃസ്ഥാനവും CPM തന്നെ കൈവച്ചിരിക്കുന്നത്. കാരണം അവരുടെ കെയർ ഓഫിലാണല്ലോ ഈ പാർട്ടി പച്ച പിടിച്ച് പോകുന്നത്. അവര് പിന്നെ CPI-യുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ അവർ പോയി ക്യാമ്പയിൻ നടത്തണം, അവർ പണം ചെലവാക്കണം. ഇതൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ CPI-ക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വാർഡിൽ നിന്ന് ജയിക്കാനുള്ള രാഷ്ട്രീയ ശക്തിയോ പിന്നെ കേഡറുകൾ വോട്ടർമാരുടെ പിന്തുണയോ ഒന്നും CPI-ക്ക് ഇല്ല. ന്യായം പറച്ചിൽ മാത്രമേ ഉള്ളൂ. CPM-നെ ചാരി ജയിച്ചു പോരുക. അത് തന്നെ CPM-നെ ചാരി ജയിച്ചു പോയി. എന്നാൽ മറുവശത്തെ സ്ഥിതിയല്ലേ, ലീഗിന് ഒരു 50-55 സീറ്റുകളിൽ അവർക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. മലബാറിൽ ഇത്തവണ ഈ സീറ്റ് കിട്ടിയതിന്റെ പ്രധാന കാരണം UDF-നകത്ത് ഒരു പാർട്ടി, കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ വലിയ ശക്തിയുള്ളതും അതിനുള്ള നെറ്റ്വർക്കും സാമ്പത്തിക ശേഷിയും വോട്ടർമാരുടെ പിന്തുണയും എല്ലാം ഉള്ള ഒരു പാർട്ടിയാണ് ലീഗ്. അതുകൊണ്ടാണല്ലോ ലീഗിനെ കൂടെ കൂട്ടാൻ CPM പലപ്പോഴും ശ്രമിക്കുന്നത് തന്നെ. അവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് മലബാറിലും ഉണ്ട്, ബാക്കിയുള്ളിടത്തോട്ടും അവർ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എറണാകുളത്ത് തന്നെ കളമശ്ശേരിയിൽ കോൺഗ്രസിന്റെ സഹായം കൂടെ ഉണ്ട്. പക്ഷെ അവരവിടെ ഒരു നിർണായക ശക്തിയാണ്. അപ്പം ആ യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോകരുത്. അപ്പം അതുപോലല്ല CPI. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിം ലീഗിന് കിട്ടിയതിന്റെ പകുതി സീറ്റ് പോലും CPI-ക്ക് ഇല്ല. പറച്ചിൽ കേൾക്കുമ്പോൾ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ്. അപ്പൊ ഇതെല്ലാം വോട്ടിംഗ് ശതമാനം നോക്കുമല്ലോ. ദേശീയ തലത്തിൽ CPI-ക്ക് എത്രയാണ്? 0.75% മാത്രമേ ഉള്ളൂ. ഒരു ശതമാനം പോലും ഇല്ല. അതാണ് CPI-യുടെ അവസ്ഥ. പറച്ചിലൊക്കെ വലിയ തിരുത്തൽ ശക്തി, തിരുമ്മൽ ശക്തി എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. തിരുത്തൽ ശക്തി എപ്പോഴും തിരുമ്മൽ ശക്തിയായിട്ട് മാറുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.